സമൂഹത്തിലെ വയലൻസ് സിനിമയിലെ വയലൻസുമായിട്ട് റിലേറ്റഡ് ആണോ എന്നുള്ള വിവാദം ഇപ്പോൾ പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു നിർമ്മാതാവിന്റെ മറുപടിയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്ന എന്നാൽ ഭയങ്കരമായി ഹിറ്റടിച്ച വയലൻസ് സിനിമ, മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വയലൻസ് നിറഞ്ഞ സിനിമ മാർക്കോ, അതിന്റെ നിർമ്മാതാവായ ഷെരീഫ് മുഹമ്മദിന്റെ വാക്കുകളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ, തീർച്ചയായും. ഒരിക്കലും ഇപ്പം സിനിമ ഇറങ്ങുന്നത് കൊണ്ടല്ല, അല്ലെങ്കിൽ സിനിമ കാണുന്നത് കൊണ്ടല്ല കുട്ടികളിൽ ഇത്തരം സ്വഭാവങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആക്രമണ സ്വഭാവ രീതികൾ ഉണ്ടാവുന്നതെന്നൊക്കെ വാദിക്കുമ്പോഴും ഒരു നിർമ്മാതാവ് സ്വയം തയ്യാറാവുകയാണ്. ഞാൻ ഇനി അത്തരത്തിലുള്ള സിനിമകൾക്ക് പ്രോത്സാഹനം നൽകില്ല. അതായത് ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഒരിക്കലും അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. ആ ഒരു കഥയുടെ പശ്ചാത്തലത്തിൽ വേണ്ട സീൻസുകൾ എഴുതി ചേർത്തു, ഇപ്പൊ ഈ പറയുന്ന പോലെ സംവിധായകനും എഴുത്തുകാരനും ഒക്കെ. പക്ഷെ ഇനിയും തന്റെ ഭാഗത്തുനിന്ന് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ ഒരു അഭിമാനവും സ്വാഗതാർഹവും ഒരു ക്ലാപ്പ് കൊടുക്കണമെന്നും ഒക്കെ തോന്നി. കാരണം ഒരുപാട് പേര് വാദിക്കുന്നത് സിനിമ കാണുന്നത് കൊണ്ടല്ല ഇത്തരം സ്വഭാവങ്ങൾ ഉണ്ടാവുന്നത്, കുട്ടികളുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ അത് വളർത്തുന്ന രീതി കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോഴും ഒരു വിഭാഗം ആളുകൾ എപ്പോഴും പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സിനിമകളും സ്വാധീനിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരു പരിധിയിൽ അധികവും ശരിയുമാണ്. കാരണം ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ അങ്ങനെ തന്നെ അഡോപ്റ്റ് ചെയ്യുന്നവരല്ല. അതിപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്താലും ചെയ്യില്ല, കാണിച്ചു കൊടുത്താലും ചെയ്യില്ല. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നടക്കുന്ന മോശപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നമ്മളെ ആകർഷിക്കുകയും അത് അനുകരിക്കാൻ തോന്നുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ സ്വഭാവത്തിലുള്ളൊരു സ്വഭാവം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ കുറ്റം പറയാനും പറ്റില്ല. പക്ഷെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ മാർക്കോ എന്ന സിനിമയെ ചൊല്ലി ഒരുപാട് വിവാദങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ തന്നെ നിർമ്മാതാവ് രംഗത്ത് വന്ന് ഒരു മാധ്യമമല്ല, എല്ലാ മാധ്യമങ്ങളുടെയും മുന്നിലിരുന്ന് പറയുകയാണ് താൻ ഇനി ഇത്തരത്തിലുള്ള വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കില്ല. ഇപ്പോൾ കാട്ടാളൻ എന്ന് പറയുന്ന ഒരു സിനിമ ഓൾറെഡി ഇതിന് തുടങ്ങുന്നതിന് മുൻപോ മറ്റോ 3 മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. അതും അത്യാവശ്യം നല്ല രീതിയിൽ വയലൻസ് ഉള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററോട് താൻ പറഞ്ഞു കഴിഞ്ഞു, നിർദ്ദേശം നൽകി കഴിഞ്ഞു, അതിൽ മാക്സിമം കഴിവതും വയലൻസ് കുറച്ചുകൊണ്ട് താൻ ഇനി അങ്ങനെ ചെയ്യുള്ളൂ എന്ന്. ശരിക്കും അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഒന്ന് മാർക്കോയിൽ എന്തുമാവട്ടെ, അല്ലെങ്കിൽ പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിൽ എന്തും ആയിക്കോട്ടെ, പക്ഷെ ഇനി താൻ ചെയ്യുന്നത് അങ്ങനെ ആവില്ല. അത് തന്റെ സമൂഹത്തിനോടുള്ള ഒരു കരുതൽ, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, തന്റെ ഒരു കമ്മിറ്റ്മെന്റ് തന്നെയല്ലേ ശാരിക സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും ഷെരീഫ് മുഹമ്മദിന്റെ വാക്കുകളാണ് നമ്മളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞത്. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചുറ്റിൽ നിന്ന് ഉയർന്ന വാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമ കണ്ടിട്ട് അങ്ങ് നന്നായിരുന്നെങ്കിൽ എത്ര നന്നായനെ നമ്മുടെ നാട്ടുകാരെ, അല്ലെങ്കിൽ സിനിമ കണ്ടങ്ങ് ചീത്തയാണെങ്കിൽ എത്ര പേരെങ്ങ് ചീത്തയായനെ എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന നാടാണ് നമ്മുടെ. അത് ഇനിയൊന്നും വലിയ കുറവൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഈ തുടരെയുള്ള അടിക്കടിയുള്ള കൊലപാതകങ്ങളൊക്കെയാണ് പിന്നെയും മാറ്റി പറയിപ്പിക്കാൻ പ്രേരകമായിരിക്കുന്നത്. അക്കൂട്ടത്തിലാണ് വേറിട്ടൊരു സൗണ്ട്. അതും ഈ ഒരുപാട് ഹിറ്റടിക്കുകയും പണം വാരുകയും ചെയ്ത ആ വിവാദ സിനിമ തന്നെ അദ്ദേഹത്തെ പറയേണ്ടി വരും. കാരണം മലയാള സിനിമ എവർ കണ്ട ഒരു വയലൻസ്, കൊടൂര വയലൻസ് ആണ്, കുട്ടികൾക്കെതിരെയൊക്കെയുള്ള കൊടൂര വയലൻസ് ആണ് ആ സിനിമയിലുള്ളത്. അത് ആ സിനിമ ഓൾറെഡി പ്രതിപാദിക്കുന്നുണ്ട്. അതിന്റെ സംവിധായകനായ അതിന്റെ നിർമ്മാതാവായ ഷെരീഫ് മുഹമ്മദ് പറയുന്നത് അടുത്ത ചിത്രം, അത് 3 മാസങ്ങൾക്ക് മുമ്പേ അവർ അതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും സെറ്റൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ എങ്കിലും ഈ കാട്ടാളൻ എന്ന് പറഞ്ഞ അവരുടെ സിനിമയ്ക്കകത്തും അത്യാവശ്യം വയലൻസ് ഉണ്ട്. മാർക്കോയുടെ അത്ര ഇല്ലെങ്കിലും വയലൻസ് ഉണ്ട്. അതുകൂടെ വെട്ടിക്കുറയ്ക്കണമെന്ന നിലയിലാണ് ഇപ്പോൾ അതിന്റെ അണിയറ പ്രവർത്തകരോട് ഈ നിർമ്മാതാവ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അതെല്ലാം ഒഴിവാക്കണം. തന്റെ സിനിമ കൊണ്ട് അങ്ങനെ ഒരു സമൂഹം ചീത്തയാവരുന്ന് അദമ്യമായി ആഗ്രഹിക്കുകയും തീർച്ചയായിട്ടും കലായുടെ ഭാഗമായിട്ട് മാത്രമാണ് മാർക്കോ എന്ന സിനിമ എടുത്തതെന്ന് അദ്ദേഹം ഊന്നി പറയുകയും ചെയ്യുന്ന ആ ഒരു ഭവ്യത, ആ ഒരു മനസ്സ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. കാരണം ഇന്നത്തെ സമൂഹത്തിൽ സിനിമാക്കാരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ ആർക്കും ഇല്ലാത്തൊരു മനസ്സാണ് ഷെരീഫ് മുഹമ്മദ് കാണിച്ചത്. അദ്ദേഹം അത് വെറുതെ ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടി പറയല്ല, ഒരു ചാനലുകളുടെ മുമ്പിൽ വന്നിരുന്നതാണ്. അത് തെളിവായിട്ട് കിടക്കുകയാണ്. അദ്ദേഹം പറയണേ ഇനി ഇങ്ങനെയുള്ള സിനിമകൾ ഞാൻ ഒരിക്കലും എടുക്കില്ല, ഇങ്ങനെ ഇതുമൂലം കൂടുതൽ വയലൻസ് പ്രോത്സാഹിപ്പിക്കില്ല എന്ന രീതിയിൽ. അത് അദ്ദേഹത്തിന് എത്രമാത്രം നഷ്ടം ഉണ്ടാകും. സീരിയസ് ആയിട്ട് നമ്മുടെ നാട് ഇന്ന് വയലൻസ് മാർക്കറ്റ് ചെയ്ത് കാശുണ്ടാക്കുന്ന സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അത് ഗെയിംസ് ആയാലും, ഗെയിംസില് പബ്ജി കൊണ്ട് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഇത്ര അഡിക്റ്റ് ആയത്? പബ്ജിയിൽ മൊത്തം വയലൻസ് ആണ്. പബ്ജിയിൽ അഡിക്റ്റ് ആയി സൂയിസൈഡ് ചെയ്ത കുഞ്ഞുങ്ങളുണ്ട്. അതെന്താണ് നിരോധിക്കപ്പെട്ട ആപ്പായിട്ടും ഇന്നും പബ്ജി കളിക്കുന്നവരുണ്ട്. കറപ്റ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് പബ്ജി ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്ന ആൾക്കാരെ പേഴ്സണലി എനിക്കറിയാം. അപ്പൊ അത് അത്ര വലിയ ആൾക്കാർ പോലും, അതായത് ഒരു പ്രായം പോലും അല്ല, 30-35 വയസ്സുള്ള ആൾക്കാർ പബ്ജി കളിക്കുന്നവരെ എനിക്കറിയാം. സ്ട്രെസ് റിലീവ് എന്ന് പറഞ്ഞ് പബ്ജി കളിക്കുന്നവരെ എനിക്കറിയാം. പക്ഷെ ഇതൊക്കെ സ്ട്രെസ് കൂട്ടാനാണ് ഉപയോഗിക്കുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അവരത് മനസ്സിലാക്കുന്നില്ല. അവരേതോ ഈ മരുഭൂമിയിലെ മരിപ്പച്ച കണ്ട പോലെയാണ്. ശരിക്കും മരുഭൂമിയിലെ മരിപ്പച്ചയാണ് ഈ ഗെയിംസിന്, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഡിപ്രഷൻ മാറ്റുമെന്ന് ചിന്തിക്കുന്നത്. അത് നമ്മൾ വലിയ വലിയ ആപത്തിലേക്ക് തള്ളി വിട്ടുകളയും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ കാലത്തുകൊണ്ട് നിന്നുകൊണ്ടാണ് അദ്ദേഹം തന്റെ സിനിമ, അദ്ദേഹത്തിന് ഇനി ഒരു പക്ഷേ മാർക്കോ 2 ഇറക്കിയാൽ അല്ലെങ്കിൽ മാർക്കോ 3 ഇറക്കിയാലും
വിജയിപ്പിക്കാനും കാണാനും ആളുണ്ടാവും. അദ്ദേഹം മാർക്കോയിൽ നിന്ന് 100 കോടിയാണ് നേടിയെങ്കിൽ അടുത്ത പടത്തിൽ അതിന് 350 കോടിയും അതിന്റെ അടുത്ത പടത്തിൽ 600 കോടി ചിലപ്പോൾ അതിന് കൊയ്യാൻ വരും. ആ കോടികളാണ് ഷെരീഫ് മുഹമ്മദ് എന്ന് പറഞ്ഞ ആ നിർമ്മാതാവ് വേണ്ടെന്ന് വെക്കുന്നത് ഓർക്കുമ്പോഴാണ് പൈസയെക്കാളും മഹത്തരമായ പലതും ഇന്നും നശിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്ന അതിനെ വാല്യൂ ചെയ്യുകയാണ്. അതായത് ഇത്തരം ഒരുപാട് പരാമർശങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതായിട്ട് അത് മനസ്സിലാക്കി, എന്നാൽ ഈ പറയുന്ന ഇത് തുറന്ന് സമ്മതിച്ച് അദ്ദേഹം തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാവും. സ്വന്തമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹവും സിനിമ കാണുന്ന ആളാണ്, സിനിമയായിട്ട് ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇൻഫ്ലുവൻസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് വേർതിരിച്ച് അറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അത്തരം ഒരു ചിന്ത വന്നതിൽ നിന്നായിരിക്കും ഉറപ്പായിട്ടും ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ സാധിച്ചത്. അത് എന്ത് തന്നെയായാലും വളരെ നന്നായി. ആരും ചെയ്യില്ല ശാരിക, ആരും അത് അഡ്മിറ്റ് ചെയ്യില്ല. തന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും അഡ്മിറ്റ് ചെയ്യാത്തൊരു ലോകത്താണ് തന്റെ ഒരു പ്രൊഫഷണൽ തന്നെ, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമല്ല ഇന്നത്തെ ക്രൈം ഉണ്ടാവുന്നത് എന്ന് വ്യക്തമായ ധാരണ ഇപ്പോൾ ഈ കുറ്റം പറയുന്ന പൊതുസമൂഹത്തിനുമുണ്ട്, ഈ പറയുന്ന മേഖലയിലുള്ള ആളുകൾക്കുണ്ട്. എന്നിരുന്നാലും അവിടെ ഒരു പബ്ലിക്കിന് മുന്നിൽ വന്നിട്ട് പറയുക, ഞാൻ ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള സിനിമകളെ പ്രോത്സാഹിപ്പിക്കില്ല, പ്രൊമോട്ട് ചെയ്യില്ല. അത് ശരിക്കും ഭയങ്കര ഹാറ്റ്സ് ഓഫ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ടെലിവിഷനിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ചതായിട്ടൊരു വാർത്ത വരുന്നു. അത് മറ്റൊന്നുമല്ല, അതിന് കാരണം നമുക്കറിയാം, വയലൻസ് തന്നെയാണ്. ഒരു ഫാമിലിയുമായിട്ട് ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ചിത്രമല്ല. അത് ഇവർക്കും അറിയാം, ഈ സിനിമ ഇതിന്റെ പിന്നണി പ്രവർത്തകർക്കും അറിയാം. തീർച്ചയായിട്ടും അത് വയലൻസ് തന്നെയാണുള്ളത്. ഇപ്പൊ തിയേറ്ററിന്റെ കാര്യം പറഞ്ഞാലും ഈ തിയേറ്ററിൽ A-സർട്ടിഫൈഡ് മൂവിയാണ്. 18 വയസ്സിൽ താഴെയുള്ള ഒരാളെയും തിയേറ്ററിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന കർശന നിബന്ധനകളോട് തന്നെയാണ് ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തത്. എന്നിരുന്നാലും ചെറിയ കുട്ടികളുമായിട്ട് ഈ സിനിമ കാണാൻ വന്നവരുണ്ട്. ആ തിയേറ്ററുകാർ തടഞ്ഞപ്പോൾ അവരുമായിട്ട് വഴക്കുണ്ടാക്കി ഇത് കണ്ടവരുണ്ട്. പക്ഷെ അപ്പോഴും ഈ സെൻസർ ബോർഡിലെ ഒരു അംഗം പറയുന്ന വാക്കുകൾ നമ്മളിപ്പം ശ്രദ്ധിക്കണം. നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു, അത് പുതിയ അറിവായിരുന്നു. അതായത് ഇത്തരത്തിലുള്ള ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അങ്ങനെ നിയമം തെറ്റിച്ച്, അതായത് 18 വയസ്സിൽ താഴെ സിനിമ കാണുന്ന ഏതൊരാൾക്കും ഒരാൾക്ക് 10,000 രൂപ വീതം പിഴ തിയേറ്റർ ഉടമയിൽ നിന്നും ഈടാക്കും എന്നുള്ളത്, അതായത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പൊ ഇത്രയേറെ നഷ്ടം സഹിച്ച് എന്താണെങ്കിലും തിയേറ്റർ ഉടമകൾ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കില്ല. അതെ, പക്ഷെ അപ്പോഴും പൗർണമി ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മള് A-സർട്ടിഫിക്കറ്റ് പഴയ കാലത്തിൽ A-സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് തരുന്ന സിനിമകൾ, 18+ എന്ന് പറഞ്ഞു വരുന്ന സിനിമകൾ ഒളിച്ചും പാത്തുമാണ് യുവാക്കൾ പോയി കണ്ടിരുന്നത് അല്ലെ. അന്നും B ഗ്രേഡ് അല്ലെങ്കിൽ C ഗ്രേഡ് തിയേറ്ററുകളിൽ അതൊക്കെ പ്രദർശിപ്പിച്ചിരുന്നത്. ഇന്ന് മിക്ക സിനിമകളും ആക്രമണ വാസനയുള്ള സിനിമകളാണ് മിക്കതുള്ളൂ. പ്രത്യേകിച്ചും ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞ വരുന്ന സിനിമകളിൽ മിക്കതിലും റേപ്പ്, കൊലപാതകങ്ങൾ ഇതൊക്കെ കാണിക്കുന്നുണ്ട് ബ്ലർ ചെയ്ത്. സോ അതുകൊണ്ട് തന്നെ അതിൽ മിക്കതിലും 16+ഉം 18+ ഒക്കെ റൗണ്ട് ചെയ്താണ് വരുന്നത്. ഇന്നതൊരു കാഴ്ചയല്ലാതായിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മളിങ്ങനെ മുഖമൊക്കെ മാറ്റി പോകുമായിരുന്നു, ഇത് എപ്പോഴോ കേട്ടോ, അതെ 16+ ആകട്ടോ, 18 അണ്ടർ A ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു UA ആണ് ഇത് കേട്ടോ, അത് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റില്ല എന്ന രീതിയിൽ മുതിർന്നവർ ശാസിക്കുന്നതൊക്കെ നമ്മൾ കേട്ടു. ഇന്ന് അങ്ങനെ ഒരു കാര്യമില്ല. ഇന്ന് ഈ പറയുന്ന പോലെ അത് വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. ഇത്രയും വലിയ വയലൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് ഈ സിനിമ കാണാൻ പോയത് ഏറ്റവും വലിയ തെറ്റ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ തിയേറ്ററുകാരോട് വഴക്കടിച്ചിനകത്ത് കയറി ഇത് കാണുന്നത് അതിലും വലിയ തെറ്റ്. പക്ഷെ ഇതൊന്നും തെറ്റായിട്ട് നമ്മുടെ മലയാളിക്ക് തോന്നുന്നില്ല. എപ്പോഴാണ് പൈസ അടിച്ച് കൈ കൊടുക്കുമ്പോൾ മാത്രമേ മലയാളികൾക്ക് എല്ലാം തെറ്റായിട്ട് തോന്നുള്ളൂ. അതുവരെ മലയാളികൾക്ക് ഒന്നും തെറ്റല്ല. എന്തിനും ഫൈൻ കൊടുത്താൽ അത് മദ്യപിക്കാനായാലും ലൈസൻസ് ഇല്ലായ്മയ്ക്കായാലും ഫൈൻ അടിച്ചാൽ മാത്രമാണ് അതെല്ലാം തെറ്റ്. ഇല്ലെങ്കിൽ എന്ത് തോന്നിയ ദിവസം കാണിക്കാൻ ഒരു മടിയില്ലാത്തവരാണ് നാം ഉൾപ്പെടെ ഇരുന്ന മലയാളികൾ. ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്തെന്ന് പറയണ്ട, നമ്മൾ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ പറഞ്ഞോളൂ. അല്ല, നമുക്കറിയാം, ഇപ്പൊ ഒരു തിയേറ്ററിലേക്ക് ഒരു സിനിമ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നാമ്പുറത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഇവിടെ നിന്നൊക്കെയുള്ള പെർമിഷൻ ലഭിച്ചാൽ മാത്രമാണ് ആ ചിത്രം തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കാണുന്ന അല്ലെങ്കിൽ ഈ കണ്ടു കഴിഞ്ഞ വയലൻസ് ഉള്ള സിനിമ മാർക്കോ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയുള്ള എല്ലാ ബോർഡുകളിലും കടന്നുപോയി എല്ലാ അപ്രൂവലും വാങ്ങിയതിനു ശേഷം അതിൽ നിന്ന് ഒഴിവാക്കേണ്ട എല്ലാ സീൻസും ഒഴിവാക്കിയതിനും ഒക്കെ ശേഷം, അതായത് ഒരു പരിധിയിൽ കൂടുതൽ അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത് ആ ഒരു മോഡിലുള്ള സിനിമയാണ്. എന്നിരുന്നാലും അതിൽ നിന്ന്, അതായത് ആദ്യം ഒരു 5 അംഗ ബോർഡിന്റെ സെൻസർ ടീമാണ് ഇത് കാണുന്നത്. അതിനുശേഷം ഒരു 10 അംഗ ബെഞ്ചിലേക്ക് ഇത് അയച്ചു കൊടുക്കുകയാണ്. അതിന് ഈ 5 പേരും തീർച്ചയായിട്ടും ആ ബോർഡിൽ ഉണ്ടാവില്ല, മറ്റു പുതിയ 10 പേരായിരിക്കും. അങ്ങനെ അവരെല്ലാവരും കണ്ട് നിരീക്ഷിച്ച് അനുമതി നൽകിയതിന് ശേഷം മാത്രമാണ് ഇതിനെല്ലാം, നമുക്കറിയാം ഈ സെൻസർ ബോർഡ് ഓരോ ബോർഡുകൾ ഇതിലുണ്ട്. ആ ഒരു ബോർഡിൽ അവർ തന്നെയാണ് ഇതിന്റെ കാറ്റഗറി തീരുമാനിക്കുന്നത്. അതായത് എവിടെയൊക്കെ പ്രദർശിപ്പിക്കാം, തിയേറ്ററിൽ പ്രദർശിപ്പിക്കാമോ, OTT കൊടുക്കാവോ, ഈവൻ ഈ പറയുന്ന മിനി സ്ക്രീനിൽ അതായത് ടെലിവിഷനിൽ കൊടുക്കാവോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു തീരുമാനത്തിന്റെ പുറത്ത് തന്നെയാണ് ഈ ഒരു സിനിമ ടെലിവിഷനിൽ പ്രദർശിപ്പിക്കാൻ കഴിയില്ല. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വയലൻസ് ഉണ്ട്,
കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി ചിത്രമായിട്ട് ഇരുന്ന് കാണാൻ പറ്റില്ല. അങ്ങനെ ഫാമിലി ചിത്രമായിട്ട് കാണാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ ടെലിവിഷനിൽ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അത് മാത്രമല്ല, അത് ആ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ സിനിമയെ മോശപ്പെട്ടതായതുകൊണ്ടോ അങ്ങനെയുള്ള യാതൊരു തെറ്റിദ്ധാരണകളും വേണ്ട. ആ സിനിമ എങ്ങനെയാണോ കാണേണ്ടത് ആ സെൻസിലാണ് കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനൊരു ട്രിമ്മിംഗ് പോലും ഉണ്ടാവില്ലായിരുന്നു. പിന്നെ കുട്ടികൾ എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാനാകാത്തൊരു ഘടകമാണ്. അപ്പം അവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ടെലിവിഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വല്ല, അവരിരുന്ന് കാണും. നമ്മൾ നോ പറഞ്ഞാലും ഒരു പക്ഷേ കാണും. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ പൗർണമി. ഈ പടം OTT എന്ന് പറഞ്ഞ സാധനത്തില് വന്നിട്ടുണ്ട്. OTT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഇന്ന് TV വെച്ച് സിനിമ കാണുന്നതിൽ വളരെ കുറവാണ്. എനിക്കൊന്ന് അമ്മമാര് മാത്രമേ ഉള്ളൂ TV വെച്ച് സിനിമ കാണുന്നത്. ബാക്കി എല്ലാവരും OTT കാണുന്നവരാണ്, പ്രത്യേകിച്ചും കുട്ടികൾ. ഇനി OTT വരാത്ത സിനിമയാണെങ്കിൽ ടെലഗ്രാം എന്ന് പറഞ്ഞാൽ വൃത്തികളുടെ സൈറ്റിൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് കാണും, പുതിയ പടങ്ങളെല്ലാം തന്നെ. അപ്പൊ അങ്ങനെ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിനൊക്കെ ഒരു തടയിടാൻ നമ്മുടെ കേന്ദ്രീയ മന്ത്രാലയത്തിനോ ഈ പറയുന്ന വാർത്താവിനിമയ മന്ത്രാലയത്തിനോ സാധിച്ചില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ ഒരു സ്ഥിതിയാവുക? ഇപ്പൊ പറഞ്ഞാൽ മാർക്കോ ശരിയാണ്, അത് ആക്രമണം ഉള്ള സിനിമയാണ്, വയലൻസ് ആണ്. പക്ഷെ അത് ഈ പറയുന്ന പോലെ 25ക്ക് മേളിലുള്ള അല്ലെങ്കിൽ 20ക്ക് മേളിൽ കാറ്റഗറീസ് ആയിട്ടുള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുക. സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ കയറുന്നവരെ 1000 അല്ലെങ്കിൽ 10,000 അടിച്ചു കൊടുത്താൽ 150 രൂപ എടുത്തിട്ടിരിക്കുന്ന 10,000 കൊടുക്കേണ്ടി വരില്ല. ഏതെങ്കിലും 18 വയസ്സുകാരൻ അത് പോയി കാണില്ല. ഫൈൻ കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് തിരിച്ചു പോയിക്കോളും. ആരും കാണില്ല. ഒരാൾക്ക് 2 പേർക്ക് ഫൈൻ എടുത്ത് അടിച്ചു കൊടുത്തു നോക്കി. അത് ഗ്രൂപ്പുകളിൽ വ്യാപിച്ച് തീർച്ചയായിട്ടും വാട്സപ്പിലൂടെ പല ഗ്രൂപ്പിലൂടെ വ്യാപിച്ചത് പലരിലും എത്തി കാണാൻ ഒന്നും മടിക്കും. ഇനി എന്ന് വെച്ചാൽ വയലൻസ് ഉള്ള സിനിമകൾ ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ എന്തോരം വയലൻസ് ഉള്ള സിനിമകൾ ഹോളിവുഡിൽ ഹിറ്റായിട്ടുണ്ട്, അവാർഡ് മേടിച്ചിട്ടുണ്ട്. പക്ഷെ മാർക്കോയും അതിന് വ്യത്യസ്തമായ ഒരു കലാമൂല്യമുള്ള സിനിമയെന്ന് കരുതി കണക്കാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. എല്ലാവരും ഷെരീഫ് മുഹമ്മദിനെ പോലെ വിശാല ഹൃദയരല്ല എന്ന് ഓർക്കുക.